KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പിണറായി വിജയന്റെ ഗൺമാൻ അടക്കമുള്ളവർ തല്ലിയ സംഭവത്തിൽ ഇന്ന് ആദ്യ പുനരന്വേഷണ റിപ്പോർട്ട് കൈമാറും. വളരെ വേഗത്തിലുള്ള അന്വേഷണ നടപടികൾ തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ എടുത്തിരിക്കുന്നത്. കാരണം മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് വി.ഡി. സതീശൻ പറഞ്ഞിരുന്നു ഒന്നും മറക്കില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് UDF സർക്കാർ അധികാരത്തിലേറിയപ്പോൾ ആദ്യം അന്വേഷിക്കാനായിട്ട് തീരുമാനിച്ചതും ഈ ഒരു കേസ് തന്നെയാണ്. അന്ന് കേരളം കണ്ടതാണ് അതിക്രൂരമായിട്ട് അവിടെ സമരം പ്രതിഷേധിച്ചിട്ടുള്ള യൂത്ത് കോൺഗ്രസ് സമരക്കാരെ അതിക്രൂരമായിട്ടാണ് തല്ലിച്ചതച്ചത്. കേരളം കണ്ടതാണ് ആ ഒരു കാഴ്ച. വണ്ടിയിൽ നിന്ന് ഇറങ്ങി ചാടി അവർ അവിടെ കിടന്ന് ചാവുകയാണെങ്കിൽ ചത്തോട്ടെ എന്നുള്ള നിലയ്ക്കായിരുന്നു അന്ന് മർദ്ദനം നടന്നിരുന്നത്. രക്ഷാപ്രവർത്തനം എന്ന് വിശേഷിപ്പിച്ച അക്രമ സംഭവം ആസൂത്രിതമായി ഒതുക്കിയതാണെന്ന് ബോധ്യമായിട്ടുണ്ട്. DGPക്കാണ് പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് ഇന്ന് കൈമാറുക. ഗൺമാൻ അനിൽകുമാർ, സുരക്ഷാ ജീവനക്കാരൻ സന്ദീപ്, മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് അകമ്പടി പോയ പോലീസുകാരായ അരുൺ, വിപിൻ, ഷൈജു എന്നിവരാണ് പ്രതികൾ. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്കെതിരെ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടായേക്കും. അതേസമയം കേസ് ഡയറി തിരുത്തിയെന്നതിൽ ADGP അജിത് കുമാറിനെതിരായ റിപ്പോർട്ട് വൈകാനുള്ള സാധ്യതയുണ്ട്. കൂടുതൽ മൊഴികൾ രേഖപ്പെടുത്തിയതിനു ശേഷമാകും അന്തിമ റിപ്പോർട്ട് നൽകുക. കേസ് ഡയറി പെൻഡ്രൈവിലാക്കി ADGPയുടെ ഓഫീസിൽ എത്തിച്ച ശേഷം തിരുത്തിയെന്നാണ് SITക്ക് ലഭിച്ച മൊഴി. അതിനിടെ രക്ഷാപ്രവർത്തനത്തിൽ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർക്കെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. നവകേരള ബസ്സിന് നേരെ പ്രതിഷേധിച്ച AD തോമസ് MLAയെയും യൂത്ത് കോൺഗ്രസ് നേതാവ് അജയ് ജുവൽ കുര്യാക്കോസിനെയും തലക്കടിക്കുകയും തല്ലിച്ചതയ്ക്കുകയും ചെയ്ത കേസിലാണ് നടപടി. സംഭവത്തിൽ ദൃശ്യങ്ങളുടെയും മൊഴിയുടെയും അടിസ്ഥാനത്തിൽ പ്രതികൾക്കെതിരെ കടുത്ത വകുപ്പുകൾ ചുമത്തും. വകുപ്പ് തല നടപടിക്കും SP ഷൗക്കത്തലി തലവനായ പ്രത്യേക അന്വേഷണ സംഘം ശുപാർശ ചെയ്യും. കേസിൽ 1ഉം 2ഉം പ്രതികളായ അനിൽകുമാറും സന്ദീപും ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ നാളെയാണ് കോടതി പരിഗണിക്കുന്നത്. പോലീസ് കസ്റ്റഡിയിലെടുത്ത AD തോമസിനെയും അജയ് ജുവലിനെയും പ്രകോപനമൊന്നുമില്ലാതെയാണ് ഗൺമാന്മാർ മർദ്ദിച്ചിരിക്കുന്നത്. അതേസമയം ഗൺമാന്മാരെ രക്ഷിക്കാൻ കേസ് ഡയറി തിരുത്തിച്ചെന്ന വിവരം പുറത്തു വന്നതോടെ ADGP MR അജിത് കുമാറിനും കുരുക്ക് മുറുകുകയാണ്. കേസ് ഡയറി തിരുത്തിച്ചത് അജിത് കുമാർ ആണെന്നാണ് അന്വേഷണ ചുമതല വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥർ പ്രത്യേക അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയിരുന്നത്. സമ്മർദ്ദം താങ്ങാനാകാതെ അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ തലസ്ഥാനത്ത് കുഴഞ്ഞു വീണെന്നും സൂചനയുണ്ട്. ഇതെല്ലാം അജിത് കുമാറിന് തിരിച്ചടിയാണ്. ഇതിന്റെ ആശുപത്രി രേഖകൾ ഉൾപ്പെടെ ശേഖരിച്ച് ഗൂഢാലോചനയിലും തെളിവ് നശിപ്പിക്കലിലും ADGPയെയും ആലപ്പുഴ ജില്ലാ ക്രൈംബ്രാഞ്ച് മുൻ DYSP സുനിൽ രാജിനെയും പ്രതി ചേർക്കാൻ കഴിയുമെന്ന് അന്വേഷണ സംഘത്തിന് ലഭിച്ച നിയമോപദേശം. IPS ഉദ്യോഗസ്ഥനായതിനാൽ ADGPയെ പ്രതി ചേർക്കാൻ മന്ത്രിസഭയുടെ അനുമതി വേണം. അദ്ദേഹത്തെ പ്രതിയാക്കിയാൽ കേസ് ഡയറി തിരുത്തിയ DYSPയെ മാപ്പു സാക്ഷിയാക്കി കേസ് കടുപ്പിക്കുമെന്നാണ് സൂചന. നവകേരള യാത്രയ്ക്കിടെ മുൻ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ജീവനക്കാർ യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളെ മർദ്ദിച്ച കേസിൽ ഗുരുതരമായിട്ടുള്ള കുറ്റങ്ങളും ചുമത്തിയേക്കും. സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളുടെയും മൊഴികളുടെയും അടിസ്ഥാനത്തിൽ വധശ്രമം ഉൾപ്പെടെ ചുമത്തുന്നതിനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. പ്രതികളായവർക്കെതിരെ ഉടൻ നടപടി ഉണ്ടായേക്കും. ഗൺമാൻ അനിൽകുമാർ, സുരക്ഷാ ജീവനക്കാരൻ S സന്ദീപ്, വാഹനത്തിന് അകമ്പടി പോയ പോലീസുകാരായ അരുൺ, വിപിൻ, ഷൈജു എന്നിവർക്കെതിരെയാണ് സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള വകുപ്പ് തല നടപടികൾ എടുക്കാൻ ആഭ്യന്തര വകുപ്പ് നീക്കം തുടങ്ങിയത്. വിശദമായ അന്വേഷണം നടത്തി കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കാൻ കാലതാമസമെടുത്തേക്കും. അന്വേഷണ സംഘം റിപ്പോർട്ട് നൽകിയാൽ ഉടൻ 2 പേർ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ വകുപ്പ് തല നടപടികളാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. തിരുവനന്തപുരത്തെ ഉന്നത ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദം മൂലമാണ് കേസ് ഡയറി തിരുത്തി ആദ്യ റിപ്പോർട്ട് കോടതിയിൽ നൽകിയതെന്നാണ് കണ്ടെത്തൽ. മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ രക്ഷിക്കാൻ കേസ് ഡയറി മാറ്റി എഴുതിപ്പിച്ചെന്ന ആരോപണം നേരിടുന്ന ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ADGP MR അജിത് കുമാറിനെതിരെ നടപടി വേണോ എന്നത് റിപ്പോർട്ട് പഠിച്ച ശേഷം ആഭ്യന്തര വകുപ്പാണ് തീരുമാനിക്കുന്നത്. മർദ്ദിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടുത്താതെ പരാതിക്കാർ തെളിവ് ഹാജരാക്കിയില്ലെന്നും സുരക്ഷാ ഉദ്യോഗസ്ഥർ കൃത്യനിർവഹണം മാത്രമാണ് ചെയ്തതെന്നും എഴുതി ചേർത്തത് നിയമവിരുദ്ധമാണെന്നാണ് വിലയിരുത്തൽ. നവകേരള യാത്രയ്ക്കിടെ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ
ആരോപണവുമായി PV അൻവർ ഇപ്പോൾ രംഗത്ത് വരുന്നുണ്ട്. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയുടെ പങ്ക് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട PV അൻവർ കേസ് ഡയറി തിരുത്തിയതിന് പിന്നിൽ വൻ ഗൂഢാലോചന നടന്നതായും ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഇതിൽ പങ്കുണ്ടെന്നും ആരോപിച്ചു. അതിനിടെ ADGP ഓഫീസിലെ SIമാർ റിപ്പോർട്ട് തിരുത്താൻ കീഴ്ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയെന്ന മൊഴിയും പുറത്തു വന്നിട്ടുണ്ട്. സർക്കാരിന്റെ മുഖം രക്ഷിക്കാൻ P ശശിയുടെ നേതൃത്വത്തിൽ ആസൂത്രിതമായ നീക്കം നടന്നുവെന്നും അൻവർ ആരോപിക്കുന്നു. P ശശിയും ADGP MR അജിത് കുമാറും തമ്മിലുള്ള ഫോൺ സംഭാഷണങ്ങൾ പരിശോധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി അറിവോടെയാണോ ഈ അട്ടിമറികൾ നടന്നതെന്ന് അന്വേഷണത്തിലൂടെ വ്യക്തമാകേണ്ടതുണ്ടെന്നും അൻവർ കൂട്ടിച്ചേർത്തു. കേസ് ഡയറിയിൽ തിരുത്തൽ വരുത്താൻ ADGP അജിത് കുമാർ തനിച്ച് തീരുമാനമെടുക്കില്ലെന്നാണ് അൻവർ ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം കേസിൽ ADGP ഓഫീസിലെ 2 SIമാർ റിപ്പോർട്ട് തിരുത്താൻ കീഴ് ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയതായി മൊഴി ലഭിച്ചിട്ടുണ്ട്. കേസ് പിൻവലിക്കാൻ ആവശ്യമായ റിപ്പോർട്ട് തയ്യാറാക്കി നൽകിയതും ഇതേ ഉദ്യോഗസ്ഥരാണെന്നാണ് വിവരം. ഈ നിർണായക മൊഴികളുടെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്താൻ തീരുമാനിച്ചു. രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിക്കാൻ ഉന്നത തലത്തിൽ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ ഗൂഢാലോചന നടന്നുവെന്ന ആരോപണം ഉയർന്നതോടെ ADGP ഓഫീസിലെ ഉദ്യോഗസ്ഥരിലേക്ക് അന്വേഷണം നീളുമോ എന്നാണ് ഉറ്റുനോക്കപ്പെടുന്നത്. കാരണം അത്രയേറെ ഗുരുതരമായിട്ടുള്ള വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ള സംഭവമാണിത്. കേരളം മൊത്തം ഈ ഒരു വിഷയം കണ്ടതാണ്. അവരെ അതിക്രൂരമായി തല്ലിച്ചതയ്ക്കുന്ന കാഴ്ച എല്ലാ മാധ്യമങ്ങളിലൂടെയും അന്ന് തത്സമയം എല്ലാവരും കണ്ടതാണ്. അരിയാഹാരം കഴിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാകുന്നതാണ് അത് സാധാരണ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനമാണോ അതോ അവർക്ക് ഗുരുതരമായ പരിക്കുകൾ പറ്റിക്കോട്ടെ എന്നുള്ള തരത്തിലുള്ള ക്രൂരമായ മർദ്ദനമാണോ അന്ന് അവിടെ നടന്നിരിക്കുന്നത് എന്നുള്ളത്. പക്ഷേ പിന്നീടും മുഖ്യമന്ത്രി അതിനെ രക്ഷാപ്രവർത്തനം എന്നാണ് ഇപ്പോഴും അത് തന്നെയാണ് അവരവിടെ ചെയ്തിരിക്കുന്നത് എന്ന് അത് വിശ്വസിക്കുന്ന മുൻ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. ഏതായാലും VD സതീശൻ ചുമ്മാ പറഞ്ഞതല്ല, അദ്ദേഹം കൃത്യമായിട്ട് ഇതിനെതിരെ നടപടിയെടുക്കും, ഒന്നും നമ്മൾ മറക്കില്ല. ഈ ഒരു വിജയം 10 വർഷത്തിന് ശേഷമുള്ള ഈ ഒരു വിജയം എന്നൊക്കെ പറയുന്നത് അവരുടെ കൂടി രക്തം ഈ മണ്ണിൽ വീണതുകൊണ്ട് തന്നെയാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ രക്തം ഈ മണ്ണിൽ വീണതൊന്നും ഞങ്ങൾ മറക്കില്ല എന്നുള്ളത്. ഏതായാലും ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിൽ അതികൃത്യമായിട്ടുള്ള സൂക്ഷ്മമായിട്ടുള്ള പരിശോധനയാണ് അല്ലെങ്കിൽ പുനരന്വേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.